ഇന്ന് മോൻ്റെ സ്കൂളിൽ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു പ്രോഗ്രാം. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ദിവസമല്ലേ വെച്ചിട്ട് ഞങ്ങൾ ഇതെന്തായാലും മിസ്സാക്കാണ്ട് തന്നെ പോയി. ബസ്സിൽ പോയി. ഉച്ചനേരം ആയതുകൊണ്ട് തന്നെ കല്ലുവിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ടൈമിന് തന്നെ സ്കൂളിൽ എത്തിയിട്ടോ. ഇഷാനു നല്ല ഇൻട്രസ്റ്റിലാണ് കേട്ടോ ഒന്ന് സ്കൂളിൽ പോണത്. കാരണം ഇന്ന് ഗെയിംസും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതേ അവിടെ എത്തി. ഡോറൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ എത്തിയ പാടെ ഞങ്ങൾക്കൊരു ഗെയിമിൻ്റെ ടിക്കറ്റ് തന്നു. അപ്പോൾ ഓരോ റൂംസിലായിട്ടാണ് ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 6 റൂംസ് ഉണ്ട്. അത് മൊത്തം നമ്മൾ പഞ്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ ടീച്ചർ ഇവർക്ക് 2 പേർക്കും ടിക്കറ്റ് കൊടുത്തു. അങ്ങനെ കാര്യമായിട്ടുള്ള ഗെയിമൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു ഗെയിമുകളാണ് കേട്ടോ. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഒരു ഷോ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. സാധാരണ കല്ലുവിനെ കൊണ്ട് പോകുമ്പോൾ കല്ല് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട കാരണം ഇന്ന് ഒരു പ്രശ്നമില്ലാതെ നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇഷാനുവിന് ബോൾ എറിയാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആ ഷോ കഴിഞ്ഞപ്പോൾ പിന്നെ ഗെയിം കളിക്കാനായിട്ട് റൂമിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇത് റൂം 1 ആണ്. ഇവിടെ ഇതുപോലെ ടേബിളും ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ തരും. പിന്നെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇത് നമ്മൾ നല്ല കറക്റ്റായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എങ്ങനെ ചെയ്താലും നമുക്ക് ഗിഫ്റ്റ് കിട്ടും. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കുട്ടികൾക്കും പാരൻസിനും ഒരുപോലെ എൻജോയ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഡ്രാഗൺ ഡാൻസ് ഉണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു പൂരം കഴിഞ്ഞ പ്രതീതിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്ത് കുഞ്ഞു ഇങ്ങനത്തെ കീ ചെയിൻ പോലത്തെ ഗിഫ്റ്റാണ് കൊടുത്തത്. അങ്ങനെ നമുക്ക് ഓരോ റൂമിലുള്ള ഗെയിംസൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഒക്കെ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഗെയിമാണ് കേട്ടോ. എന്ത് ഗെയിം കഴിഞ്ഞാലും കുഞ്ഞു എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കും. കല്ലൂസിനും ഇതുപോലെ കളിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ അവളും നല്ല ഹാപ്പിയായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് റൂമിൽ കയറിയപ്പോൾ അവിടെ ഇതുപോലെ സ്വീറ്റായിട്ട് കഴിക്കാൻ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? എന്നാ കഴിക്കൂ.
ഗെയിംസൊക്കെ കളിച്ച് ടീച്ചറുടെ നിന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മിഠായികളൊക്കെ ഇതുപോലെ കഴിച്ചു. ഒരു വെറൈറ്റി പഞ്ഞി മിഠായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടാൾക്കും നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കളിച്ചും ചിരിച്ചും അങ്ങ് വീട്ടിലേക്ക് എത്തിയിട്ടോ.